നിയമസഭാ സമ്മേളനം വരാനിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ? പങ്കെടുക്കുമെന്നുള്ളത് തന്നെയാണ്. അപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുന്നതിനെ ചൊല്ലി കോൺഗ്രസിൽ പക്ഷേ കടുത്ത ഭിന്നതയാണ് നിലനിൽക്കുന്നത്. സഭയിൽ നിന്ന് രാഹുൽ അവധിയെടുക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് നിലപാടെടുക്കുമ്പോൾ സഭയിൽ വരട്ടെ എന്നാണ് എ ഗ്രൂപ്പിന്റെയും KPCC നേതൃത്വത്തിൽ ഉള്ളവരുടെയും അഭിപ്രായം. ഇതിനിടെ ഓണാശംസകളുമായി രാഹുൽ ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് താഴെ പിന്തുണച്ചും വിമർശിച്ചും കമന്റുകൾ ഉണ്ടായിരുന്നു. ഏകകണ്ഠമായി ഒരു തീരുമാനമെടുത്തു. ആ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ആ തീരുമാനത്തിൽ യാതൊരു മാറ്റവും. വ്യക്തികല്ല, നമ്മളിരിക്കുമ്പോൾ നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഒരു വിശ്വാസ്യതയുണ്ട്, അതിൻ്റെ ഒരു ക്രെഡിബിലിറ്റി ഉണ്ട്, അതിൻ്റെ ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ലൈംഗിക 15-ാം തീയതി, അതായത് ഈ മാസം 15-ാം തീയതി സെപ്റ്റംബർ 15-നാണ് നിയമസഭയുടെ സമ്മേളനം തുടങ്ങുന്നത്. ഈ നിയമസഭയുടെ സമ്മേളനം തുടങ്ങുമ്പോൾ പാലക്കാടിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആയിട്ട് അവിടെ ഉണ്ടാകുമോ എന്നുള്ളതാണ്. അതായത് സഭാ സമ്മേളനത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ എന്നുള്ളതാണ് ഇപ്പോ എല്ലാവരും ഉറ്റുനോക്കുന്നത്. കാരണം രാഹുലിനെതിരെ പരാതിക്കാരെ ഉണ്ടാക്കാൻ പോലീസ് കിണഞ്ഞു പരിശ്രമിച്ചിട്ടും സാധിക്കാതെ വരികയും ഈ ഇരകൾ എന്ന് സോക്കോൾഡ് ഇരകൾ ഉണ്ടെന്ന് വാദിക്കുകയും അങ്ങനെ ഇത്തരത്തിൽ രാഹുൽ മോശമായി പെരുമാറിയെന്നും ഗർഭചിത്രം നടത്തിയെന്നും ഒക്കെ ഇപ്പോ ഗർഭചിത്രം നടത്തിയെന്ന ഒരു കേസ് മാത്രമാണ് പോലീസ് അന്വേഷിക്കുന്നത്. അങ്ങനെ ഗർഭചിത്രം നടത്തിയെന്ന കേസ് പോലീസ് അന്വേഷിക്കുമ്പോഴും അങ്ങനെ ഒരു ആളെ കണ്ടെത്താനോ അങ്ങനെ ഒരു ഗർഭിണിയായിരുന്ന വ്യക്തിയെ കണ്ടെത്താനോ ഇത്തരത്തിൽ അബോർഷൻ നടത്തിയ ഒരു വ്യക്തിയെ കണ്ടെത്താനോ പോലീസിന് സാധിക്കുന്നുമില്ല. ഈ ഒരു അവസരത്തിലാണ് ഈ 15-ാം തീയതി സഭാ സമ്മേളനം നടക്കുമ്പോൾ അന്ന് നിയമസഭയിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നുള്ള ഒരു കാര്യം വളരെയധികം ആകാംക്ഷയോടുകൂടി എല്ലാവരും ഉറ്റുനോക്കുന്നത്. അവിടെയാണ് VD സതീശൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം സഭയിലെ പാർലമെന്ററി പാർട്ടി നേതാവ് കൂടി ഈ VD സതീശനാണ്. അതുകൊണ്ട് തന്നെ ഈ VD സതീശന്റെ തീരുമാനം ഈ ഒരു കാര്യത്തിൽ നിർണായകമായിരിക്കും എന്ന് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പത്രങ്ങളോട്, മാധ്യമങ്ങളോട് രാഹുലിന്റെ കാര്യത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ VD സതീശൻ പറഞ്ഞത് ഇത് കഴിഞ്ഞ അധ്യായമാണ് എന്നാണ്. ഇനി അതിന്റെ മേലിൽ ഒരു ചർച്ചയില്ല, ഞങ്ങൾ നടപടി എടുക്കേണ്ടത് നടപടി എടുത്തിട്ടുണ്ട്, നടപടികൾ അത് കൃത്യമാണ്, അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് അദ്ദേഹം വാദിക്കുന്നു. ഇതിൽ യാതൊരു മാറ്റവും ഇല്ല എന്ന് വാദിക്കുമ്പോൾ അന്ന് തന്നെ അതിന് തൊട്ട് ഉടനടി ഇത് സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി അത് ഞങ്ങളെല്ലാവരും തീരുമാനിക്കും എന്നുള്ളതാണ്. ഈ തീരുമാനിക്കും കൂടി ആലോചിച്ച ശേഷം തീരുമാനിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോഴും അദ്ദേഹം ഉറപ്പിച്ചു പറയുന്നു എടുത്ത നടപടിയിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല എന്ന്. അതായത് സതീശൻ കടുംവെട്ടാണ് വെട്ടിയിരിക്കുന്നത്. രാഹുൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കേണ്ട, അതിനുള്ള സമയം ആയിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവിന്റെ വാദം. അതായത് ഇത്തരത്തിലൊരു പ്രതിസന്ധി പാർട്ടിക്ക് ഉണ്ടായപ്പോൾ ഈ പാർട്ടി പ്രതിസന്ധിയിലാവാതെ ഈ പാർട്ടിയുടെ പ്രവർത്തകരും ആരും തലകുനിക്കേണ്ട ഒരു അവസ്ഥ വരാതെ പാർട്ടിയെ പ്രതിരോധിച്ചു നിർത്താൻ പാർട്ടിക്ക് സാധിച്ചത് ഈ രാഹുലിനെതിരെ നടപടി എടുത്തത് കൊണ്ട് ഒന്നു മാത്രമാണ് എന്ന് VD സതീശൻ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ അദ്ദേഹം വിശ്വസിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം. കാരണം ഇവിടെ നമ്മൾ കണ്ടിട്ടുണ്ട്, ഇപ്പോ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരിക്കാൻ തുടങ്ങിയ ഈ 10 വർഷത്തിലേക്ക് കടക്കുന്നു. 10 വർഷം ആവാറാവുന്നു. ഏകദേശം ഒരു 5-8 മാസം കൂടി കഴിയുമ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ് കേരളത്തിൽ. ഈ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ 2 ടേം ഭരണത്തിലും അങ്ങ് കടകംപള്ളി സുരേന്ദ്രൻ മുതൽ അന്ന് സ്പീക്കറായിരുന്ന TP ശ്രീരാമകൃഷ്ണൻ അങ്ങനെ തുടങ്ങി ഇങ്ങോട്ട് ഇന്നും മന്ത്രിസഭയിൽ അംഗമായിട്ടുള്ള MLA-മാരായിട്ടുള്ള ഒരുപാടധികം ആളുകൾ, പിന്നെ മുഖ്യമന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി അടക്കം ഒരുപാട് ആളുകൾ, അങ്ങനെ സഖാക്കന്മാരായിട്ടുള്ള പല നേതാക്കന്മാർക്കെതിരെയും ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടായിരുന്നില്ല. അവർക്കെതിരെ യാതൊരു വിധത്തിലുള്ള അന്വേഷണങ്ങളോ കാര്യങ്ങളോ കേസോ പരാതിയോ സ്വമേധയാ കേസെടുക്കലോ ഒന്നും ഉണ്ടായില്ല. രാഹുലിന്റെ കാര്യത്തിലും ഇത്തരത്തിലൊരു ആരോപണം ഉണ്ടായപ്പോൾ അത് പാർട്ടിയെ ബാധിക്കരുത്, പാർട്ടിയെ ക്രെഡിബിലിറ്റിയെ ബാധിക്കരുത്, പാർട്ടിയുടെ മേലുള്ള വിശ്വാസത്തെ, സാധാരണ ജനങ്ങൾക്കുള്ള വിശ്വാസത്തെ അത് ബാധിക്കരുത് എന്നുള്ള ഒരു വാശി പുറത്താണ് VD സതീശൻ ഇത്തരത്തിലൊരു തീരുമാനമെടുത്തത്. ഇപ്പോൾ അദ്ദേഹം ആ നിലപാട് മാറ്റുകയില്ല എന്ന് മാത്രമല്ല, അദ്ദേഹം പറയുന്നു ഇങ്ങനെ ഒരു തീരുമാനം എടുത്തതിന്റെ പേരിൽ എന്തൊക്കെ സംഭവിച്ചാലും അത് നെഗറ്റീവ് ആവട്ടെ പോസിറ്റീവ് ആവട്ടെ, പാർട്ടിക്ക് അനുകൂലമാകട്ടെ പ്രതികൂലമാവട്ടെ, ഏത് തരത്തിൽ കാര്യങ്ങൾ സംഭവിച്ചു കഴിഞ്ഞാലും എല്ലാത്തിൻ്റെയും ഉത്തരവാദിത്വം അത് ഈ തീരുമാനമെടുക്കുന്നതിന് നേതൃത്വം വഹിച്ച
പ്രതിപക്ഷ നേതാവും അതുപോലെ പാർട്ടിയുടെ പാർലമെന്ററി പാർട്ടി നേതാവും എന്ന നിലയിൽ തനിക്ക് മാത്രമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് അദ്ദേഹത്തിന്റെ ഒരു ആത്മവിശ്വാസം, രാഹുലിനെതിരെ എടുത്തിരിക്കുന്ന തീരുമാനം അത് പാളിപ്പോകില്ല എന്നുള്ള ഒരു ആത്മവിശ്വാസത്തിന്റെ പുറത്താണ് അദ്ദേഹം ഇങ്ങനെ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇപ്പൊ പറയുന്നത് എന്താണെങ്കിലും ഈ 15-ാം തീയതി തുടങ്ങുന്ന സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാറായിട്ടില്ല. അതായത് അദ്ദേഹം എനിക്ക് തോന്നുന്നു വെയിറ്റ് ചെയ്യുന്നത് ഇപ്പൊ പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന അന്വേഷണത്തിന്മേൽ അതിന്റെ ഒരു റിപ്പോർട്ട് കോടതിയിൽ എത്താൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം കാത്തിരിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ അത്തരത്തിൽ ഒരു കോടതിയിൽ ഒരു റിപ്പോർട്ടുമായി പോലീസ് എത്തിക്കഴിഞ്ഞാൽ, ഈ കേസ് കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ ഇത് നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ സതീശന് ഒരു തർക്കവുമില്ല. അത് അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ വിശ്വസിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം ഈ അന്വേഷണ ഉദ്യോഗസ്ഥർ ഒരു വലിയ പ്രതിസന്ധി അവർക്ക് മുന്നിൽ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതായത് ഇരകളില്ല, അവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ഈ പറയപ്പെടുന്നതൊക്കെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രചരിപ്പിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് എന്നുള്ളത് കൊണ്ട് പോലീസ് ആണെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വരുന്ന അല്ലെങ്കിൽ മാധ്യമങ്ങളിൽ വരുന്ന ഈ ഓഡിയോ ക്ലിപ്പുകളോ അതല്ലെങ്കിൽ ഈ സ്ക്രീൻഷോട്ടുകളോ ഇതിനെയൊന്നും ഡിപ്പെൻഡ് ചെയ്യാനും പോലീസും തയ്യാറാകുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ ഇത്തരത്തിൽ ഒരു മൂന്നാം കക്ഷിയുടെ ഒരു പരാതിയുടെ മാത്രം അടിസ്ഥാനത്തിൽ കേസ് കോടതിയിലെത്തുമ്പോൾ ആ കേസ് നിലനിൽക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ആ കോടതിയിലെത്തിയിട്ട് ആ കോടതി അതിലൊരു ഇത് നിലനിൽക്കില്ല എന്ന് പറഞ്ഞു കഴിയാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം അങ്ങനെ വരുമ്പോൾ അത് പാർട്ടിക്കും കോൺഗ്രസ് പ്രസ്ഥാനത്തിനും രാഹുൽ മാങ്കൂട്ടത്തിനും വലിയ ഒരു ശക്തിയും ഒരു സ്ട്രെങ്ത്തും അതിൽ നിന്ന് ലഭിക്കും. അതിനു വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് കാത്തിരിക്കുന്നത്. ബട്ട് സതീശന്റെ തീരുമാനം ഇതാണെങ്കിൽ കൂടി ചില നേതാക്കൾ MM ഹസൻ അതുപോലെ അടൂർ പ്രകാശ് അങ്ങനെ തുടങ്ങി ഇപ്പോൾ സണ്ണി ജോസഫിനോട് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമം ചോദിച്ചു സഭയിൽ പങ്കെടുക്കുമോ എന്ന്. സഭയിൽ പങ്കെടുക്കുന്ന കാര്യത്തെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത്. അതോടുകൂടി അദ്ദേഹം അതിന്റെ ഒപ്പം പറഞ്ഞു വെച്ച മറ്റൊരു കാര്യം എന്താണ് സഭയിൽ പങ്കെടുക്കുന്നതിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് സഭയിൽ പങ്കെടുക്കുന്നതിന് രാഹുൽ മാങ്കൂട്ടത്തിന് യാതൊരുവിധ അയോഗ്യതയുമില്ല. കാരണം ഇതുപോലെ ബലാത്സംഗ കേസുകളിൽ പ്രതിയായി അറസ്റ്റ് ചെയ്തു, അതുപോലെ മുൻകൂർ ജാമ്യം ഉള്ളത് കൊണ്ട് മാത്രം ജയിലിൽ കഴിയാതിരിക്കുന്ന മുകേഷ് അടക്കമുള്ളവർ പാർലമെന്റിൽ നിയമസഭയിൽ വന്നിരിക്കുമ്പോൾ എന്തുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് പങ്കെടുത്തൂടാ എന്നൊരു ചോദ്യം കൂടി അദ്ദേഹം ചോദിച്ചു വെക്കുന്നു. അപ്പോ ഒരു വിഭാഗം ആളുകൾക്ക് അത്തരത്തിലൊരു അഭിപ്രായമുണ്ട്. ബട്ട് അവിടെയും എനിക്ക് തോന്നുന്നു VD സതീശന്റെ ഈ തീരുമാനമായിരിക്കും മികച്ചു നിൽക്കുക എന്നുള്ളത് തന്നെയാണ്. അതായത് വരുന്ന സഭാ സമ്മേളനത്തിൽ 15-ാം തീയതി തുടങ്ങാനിരിക്കുന്ന സഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. ബട്ട് മേ ബി ചിലപ്പോൾ അത് ഇനിയുള്ള ദിവസങ്ങളിൽ നടക്കുന്ന ചില ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ ചില ഈ പോലീസിന്റെ കേസും അതുമായി അവർ ബന്ധപ്പെട്ട് അവരിപ്പോ FIR ഇട്ടിരിക്കുന്ന കാര്യങ്ങളും ഒക്കെ പരിഗണിക്കുന്ന അവസരത്തിൽ മേ ബി അത് VD സതീശന്റെ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടായേക്കാം. അതായത് രാഹുലിന്റെ അധ്യക്ഷ സ്ഥാനത്ത് തിരിച്ചു വരുമെന്നോ ആ ഒരു പാർട്ടി അംഗത്തിൽ നിന്ന് അദ്ദേഹത്തിന് സസ്പെൻഷൻ കൊടുത്തത് ആ സസ്പെൻഷൻ പിൻവലിക്കുമോ എന്നൊന്നുമല്ല. അദ്ദേഹം അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുവാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരികയാണ്. അതോടൊപ്പം തന്നെ ഈ ഒരു കാര്യത്തിൽ പാർട്ടിയാണ് വലുത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹത്തിന്റെ ഒരു വാദം. കാരണം ഇത്തരത്തിലൊരു ആരോപണ വിധേയൻ അദ്ദേഹം പാർട്ടിയുടെ സംരക്ഷണത്തിൽ കഴിയുമ്പോൾ അല്ലെങ്കിൽ പാർട്ടി അയാൾക്ക് വേണ്ട സംരക്ഷണങ്ങൾ നൽകുമ്പോൾ അത് പാർട്ടിയെ കൂടുതൽ പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങൾ തള്ളിവിടുമെന്നാണ്, പ്രതിരോധത്തിലാക്കും. അതായത് ഇത്തരത്തിൽ ഇവരെ പാർട്ടി സംരക്ഷണം നൽകുമ്പോൾ പൊതുസമൂഹത്തിനിടയിൽ ചർച്ചകൾ ഉണ്ടാവുമ്പോൾ അവിടെ പാർട്ടിക്ക് രാഹുൽ മാങ്കൂട്ടത്തിനെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ, നടപടി എടുക്കാതെ പ്രതിരോധിക്കേണ്ടി വരുമ്പോൾ അത് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കും. അതിനി ഇൻ കേസ് കോടതിയിലെത്തി കോടതി ഇതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തി അത് തള്ളുന്ന ഒരു അവസരത്തിൽ പാർട്ടി സംരക്ഷിക്കുകയാണെങ്കിൽ ഇത്ര ദിവസം നടന്നത് ഗൂഢാലോചനയാണെന്നും രാഹുലിനെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കങ്ങളാണ് നടത്തിയത് എന്നുമുള്ള ഒരു വാദഗതിയുമായിട്ട് മുന്നോട്ട് പോകാനും പാർട്ടിക്ക് അതൊരു സ്ട്രെങ്തായി മാറുകയും ചെയ്യും. അതോടൊപ്പം തന്നെ രാഹുലിന് വേണ്ടി ഇപ്പോൾ പൊതുമധ്യത്തിലും സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ വാദിക്കുന്നവർക്കും അത് വലിയൊരു ആശ്വാസവും ആകുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് VD സതീശനുള്ളത്. ബട്ട് MM ഹസൻ, ഈ അടൂർ പ്രകാശ്, അതുപോലെ സണ്ണി ജോസഫിനടക്കം ചില ആളുകൾക്ക് ഇത് ഒരു എടുത്തു ചാടിയുള്ള തീരുമാനമായിപ്പോയി എന്ന് പറയുന്നുണ്ടെങ്കിലും അത് പാർട്ടിയുടെ ആ ഒരു ക്രെഡിബിലിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചില്ല എന്ന് അവർക്കും ഒരു വാദമുണ്ട്.
അവർ രാഹുലിനെ പങ്കെടുപ്പിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ കൂടി ഈ നടപടി അത് ഉചിതമായ നടപടി ആയിരുന്നു എന്ന് അതിൽ ആർക്കും സംശയമില്ല. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പാർട്ടിയാണ് വലുത്, പാർട്ടിക്ക് മുകളിൽ ഒരു വ്യക്തിയെയും പ്രതിഷ്ഠിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി സതീശൻ പറഞ്ഞു വെക്കുകയാണ്. എന്താണെങ്കിലും ഈ 15-ാം തീയതി വരുന്ന നിയമസഭാ സമ്മേളനം അതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം തന്നെയാണ്. കാരണം അവിടെ പ്രതിഷേധങ്ങളെ ചെറുക്കാനുള്ള കാര്യങ്ങൾ കോൺഗ്രസിന്റെ കയ്യിലുണ്ട്, അത് UDF-ന്റെ കയ്യിലുണ്ട്. കാരണം അവിടെ ഇതുപോലെ ആരോപണങ്ങൾ നേരിട്ട് മുൻകൂർ ജാമ്യം ലഭിച്ചതിന്റെ മാത്രം അടിസ്ഥാനത്തിൽ ട്രഷറി ബെഞ്ചിലിരിക്കുന്ന സഖാക്കളായിട്ടുള്ള CPM-ന്റെ MLA-മാരായിട്ടുള്ള അനേകം പേർ ഇപ്പോഴും സഭയ്ക്കകത്തിരിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു ആരോപണം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പ്രതിഷേധങ്ങളോ ഒരു ക്യാമ്പയിനിങ്ങോ നടന്നു കഴിഞ്ഞാൽ അതിനെ പ്രതിരോധിക്കാൻ തന്നെയാണ് UDF-ന്റെ തീരുമാനം. ബട്ട് അപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് ഇപ്പോഴും എത്തിയിട്ടില്ല. ബട്ട് സതീശൻ പറയുന്നത്, അതായത് രാഹുലിനെ പങ്കെടുപ്പിക്കാനുള്ള സമയമായിട്ടില്ല, ഇനിയും ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം. കാരണം ഈ കാര്യങ്ങൾ കോടതിയിലേക്ക് എത്തിയിട്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് നോക്കിയിട്ട് അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രം തീരുമാനങ്ങൾ എടുത്താൽ മതി എന്നുള്ളതാണ് സതീശൻ മുന്നോട്ട് വെക്കുന്ന വാദം എന്ന് പറയുന്നത്.